അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1385. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തകൂനു ഇമ്മഅത്തൻ, നിങ്ങൾ ഇമ്മഅത്താവരുത്. അതാ സ്വന്തമായി ഒരു നിലപാടില്ലാത്തവരാകരുത്, ഒരു കാഴ്ചപ്പാടില്ലാത്തവരാകരുത്. നമുക്ക് സ്വന്തമായൊരു കാഴ്ചപ്പാടും നിലപാടൊക്കെ വേണം എന്ന് പറഞ്ഞാൽ, തഖൂലൂന, ചില ആളുകൾ പറയും, ഇൻ അഹ്സനന്നാസു അഹ്സന്ന, നിക്ഷേമം ജനങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്താൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു നന്മ ചെയ്യും. വയദ്ദലമൂ ദലംന, അവര് നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചു നമ്മൾ ആക്രമിക്കും. ഇങ്ങനെയാവരുത്. ഇതൊരു നിലപാടില്ലാത്തവന്റെ സ്വഭാവമാണ്. ഒരാളെ ഇത്തിബാഴ് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് ചെയ്യുക, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുക. ഇങ്ങനെ ആവരുത്. മറിച്ച് എന്ത് വേണം? വലാക്കിൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിലും വത്തിനു അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തണം. ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ജനങ്ങൾ ഇങ്ങോട്ട് നന്മ ചെയ്താൽ നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്യണം. അതുപോലെ തന്നെ വൈൻ അസാഉ ഫലാ തദ്ലിമു, ഇങ്ങോട്ട് നന്മ ചെയ്ത് അക്രമം ചെയ്താൽ തിരിച്ചങ്ങോട്ട് നിങ്ങൾ അക്രമം ചെയ്യരുത്. എന്തെങ്കിലും മോശമായ നിലക്ക് നമ്മളെ മാനസികമായി വേദനിപ്പിച്ചു, പ്രയാസപ്പെടുത്തി, അതേപോലെ തിരിച്ചു നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നവരാകരുത്. ഇത് ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല നിലക്ക് പ്രതികരിക്കണം, അങ്ങോട്ട് നന്മ ചെയ്യണം. ഇതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ സ്വഭാവ രീതി. അതാണ്. അതല്ലാതെ ഇങ്ങോട്ട് ചെയ്താൽ മാത്രം അങ്ങോട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നന്മ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങോട്ട് നന്മ ചെയ്യണം. ഇങ്ങോട്ട് അക്രമം ചെയ്തവർക്കും തിരിച്ച് നന്മ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ പാകപ്പെടുന്നത്. ഇതാണ് മഹാന്മാരുടെ രീതി. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, അവിടുത്തെ ആരാക്രമിച്ചാലും തിരിച്ചവിടെ നിന്ന് ആക്രമിക്കാറില്ല. അവർക്കൊക്കെ വിട്ടുകൊടുക്കും, പുറത്തു കൊടുക്കും. ആരെങ്കിലും പോയി മാപ്പ് ചോദിച്ചാൽ, ഞാനത് എപ്പോഴോ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, എനിക്കൊന്നുമില്ല, ഞാൻ എപ്പോഴേ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വിശാല മനസ്സാണ്. അതാണ് പാകപ്പെടുക എന്ന് പറഞ്ഞാൽ. അവരൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മനസ്സിനെ അള്ളാഹു പാകപ്പെടുത്തി സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ആ ഒരു സ്വഭാവവും ശീലമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി.